സിനിമയിലെ തിളക്കവും ആഡംബരവും എന്നും ശാശ്വതമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പല മുൻകാല താരങ്ങളുടെയും ഇന്നത്തെ ജീവിതം. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ നായകനായും നിർമ്മാതാവും തിളങ്ങിയ മോഹൻ ശർമ്മയുടെ ഇന്നത്തെ ദയനീയ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. എന്നാൽ ഈ വാർത്തകൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ടത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയും മലയാളികളുടെ പ്രിയ നടിയുമായ ലക്ഷ്മിയാണ്. ഒരു കാലത്ത് കൂടെ ജീവിച്ചയാളെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ ലക്ഷ്മി തയ്യാറാകുന്നില്ലേ എന്ന ചോദ്യമാണ് പലർക്കും ചോദിക്കാനുള്ളത്. തമിഴ് സിനിമാ രംഗത്തെ മുതിർന്ന താരം കുട്ടി പത്മിനി വെളിപ്പെടുത്തിയ സത്യങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയായി മാറുകയാണ്. ചെന്നൈയിലെ ഏറ്റവും വലിയ VIP ഏരിയയായ പോയസ് ഗാർഡനിൽ വലിയൊരു ആഡംബര വീട് സ്വന്തമായി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മോഹൻ ശർമ്മ. എന്നാൽ ആ വീടും സ്വത്തുക്കളും ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വഭാവവും അനിയന്ത്രിതമായ ധൂർത്തുമാണെന്നാണ് സിനിമാ ലോകത്തുള്ളവർ വ്യക്തമാക്കുന്നത്. ലക്ഷ്മിയുമായുള്ള വേർപിരിയലിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ശാന്തമായിരുന്നില്ല. അതിനുശേഷം ഒരു ബ്രാഹ്മൺ യുവതിയെ വിവാഹം കഴിക്കുകയും പിന്നീട് നർത്തകിയായ ശാന്തിയെയും വിവാഹം കഴിച്ചു. ശാന്തിയുടെ മാതാപിതാക്കളുടെ മരണശേഷം മോഹൻ ശർമ്മയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു എന്നാണ് ആരോപണം. കൂടാതെ ലക്ഷ്മിയുമായുള്ള ബന്ധം അവസാനിച്ചെങ്കിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ലക്ഷ്മി അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ലഭിച്ച പണം വീട് തിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം സ്വന്തം ആഡംബരങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എനിക്ക് മരുന്നിന് പോലും പണമില്ല, എന്നെ അന്വേഷിച്ച് വരാൻ ആരുമില്ല എന്ന് മോഹൻ ശർമ്മ പറയുമ്പോൾ അതിന് പിന്നിലെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണെന്നാണ് കുട്ടി പത്മിനി കൂട്ടിച്ചേർക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലെ ശരിതെറ്റുകൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയാകില്ല. ലക്ഷ്മി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വിചാരണ ചെയ്യുന്നവർ ഈ വിഷയത്തിൽ മറുവശം കൂടി കാണേണ്ടതുണ്ട് എന്നും നടി കുട്ടി പത്മിനി പറയുന്നു. വയസ്സുകാലത്ത് അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ സഹതാപം തോന്നുമ്പോഴും ലക്ഷ്മിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയാണോ എന്നും കുട്ടി പത്മിനി ചോദിക്കുന്നു. എന്തുതന്നെയായാലും ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും പ്രേക്ഷകരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.